വഴിതല്ലോ നമുക്ക് വഴിതല്ലോ, മോക്ഷം പോകും വഴിതല്ലോ. വേറെ വഴിയില്ല, ഒരേ വഴി, യേശു തന്നെ ആ വഴി. വേറെ വഴിയില്ല, ഒരേ വഴി, യേശു തന്നെ ആ വഴി. വഴിതല്ലോ നമുക്ക് വഴിതല്ലോ, മോക്ഷം പോകും വഴിതല്ലോ. വേറെ വഴിയില്ല, ഒരേ വഴി, യേശു തന്നെ ആ വഴി. വേറെ വഴിയില്ല, ഒരേ വഴി, യേശു തന്നെ ആ വഴി. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനം. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. പിതാവിങ്കിലേക്കുള്ള വഴി യേശുവാണ്. വേറൊരു വഴി ഇല്ല. യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുത്തെത്താൻ കഴിയത്തില്ല. നിവേദനം കേട്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ കർത്താവായ യേശുവിൽ ആശ്രയിക്കുന്നതെങ്കിൽ ദൈവവചനം പറയാം, കർത്താവായ യേശു മാത്രമുള്ള രക്ഷയ്ക്കൊരു വഴി, വേറെ വഴിയില്ല. കർത്താവിൽ ആശ്രയിക്കുന്നെങ്കിൽ, വിശ്വസിക്കുന്നെങ്കിൽ ആ കുടുംബം മുഴുവൻ, ആ വ്യക്തി മാത്രമല്ല, ആ വിശ്വസിക്കുന്ന വ്യക്തിയുടെ കുടുംബം മുഴുവനും കൂടെ രക്ഷ പ്രാപിക്കും. ഇന്ന് നിങ്ങൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ, കർത്താവിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ, അവങ്കലുള്ള വിശ്വാസത്താൽ എന്താ ധരിക്കുന്നത്? നമുക്കൊരു വലിയ ധൈര്യം ലഭിക്കുന്നു, ഉറപ്പ് ലഭിക്കുന്നു. നാം ദൈവമക്കളാണ്. എന്താ പറയുന്നത്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർ ദൈവ മക്കളായി തീരാൻ ദൈവം അധികാരം കൊടുത്തു. ഇതൊരു മതം മാറുന്ന പ്രോഗ്രാമല്ല. ദൈവം ഒരു മതം സ്ഥാപിച്ചില്ല. യേശു ഒരു മതമല്ല സ്ഥാപിച്ചത്. യേശു മാനവ ഹൃദയങ്ങളിൽ സ്നേഹം കൊണ്ടുവരികയാണ് ചെയ്തത്. പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന പുത്രനാം യേശു ക്രിസ്തു പിതാവിൻ്റെ സ്നേഹത്തെ മുഴു ലോകത്തിനും കാട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ പാപിയെ വെറുക്കുന്ന സ്നേഹമല്ല, പാപിയെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം. അവനിൽ ആശ്രയിച്ചിട്ട്, ആരിലാണ്? യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ, എന്ന് പറഞ്ഞാൽ യേശുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ലഭിക്കുകയാണ്. ഒരു ധൈര്യം നമുക്ക് ലഭിക്കുകയാണ്. നമ്മൾക്ക് ദൈവസന്നിധിയിലേക്കൊരു പ്രവേശം കൂടെ ഇത് മുഖാന്തരം ഒരുക്കപ്പെടുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ്, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പിതാവാം ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് യേശു തന്നെയാണ്, യേശുവിലൂടെയാണ്. ഇത് തോമസിനോട് യേശു പറയാം. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നതെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ യേശു പറഞ്ഞു, യേശു അവനോട്, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ജീവൻ. ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 4:16 പറയുകയാണ്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അതുകൊണ്ട് എന്ത് ചെയ്യാം? കരുണ, ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കാൻ തക്ക സമയത്ത്
തത്സമയത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓരോ സമയത്തും സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന് അടുക്കലേക്ക് കടന്നു ചെല്ലാം. ധൈര്യത്തോടെ കടന്നു ചെല്ലാം. നിങ്ങളിന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏത് വിശ്വാസത്തിൽപ്പെട്ടാൽ, ഏത് മതത്തിൽപ്പെട്ട ആളായാലും ഈ കർത്താവായ യേശുവിലൊന്ന് ആശ്രയിക്കാവും. പിതാവ് അയച്ച മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്കായി ജീവിക്കുന്ന യേശുവിലൊന്ന് വിശ്വസിക്കാമോ? ഒന്ന് ആശ്രയിക്കാമോ? അതിലുള്ള വിശ്വാസത്താൽ നമുക്ക് ഇന്ന് നിങ്ങൾക്ക് ദൈവമക്കളാകാൻ ഒരധികാരം ലഭിക്കുകയാണ്. വലിയ ധൈര്യവും പ്രവേശനവും ലഭിക്കുകയാണ്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പിതാവെ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. കർത്താവെ, അതുകൊണ്ട് തക്ക സമയത്ത് കൃപ പ്രാപിപ്പാൻ ഞങ്ങളിന്ന് ധൈര്യത്തോടെ ഞങ്ങൾ അവിടുത്തെ കൃപാസന മുൻപാകെ കടന്നു വരുന്നു. കർത്താവെ, കർത്താവിൽ ആശ്രയിക്കാൻ, കർത്താവിലുള്ള വിശ്വാസത്താൽ ധൈര്യവും പ്രവേശനവും ലഭിക്കാൻ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൂടെയാണ് യേശു ക്രിസ്തു മുഖാന്തരം പിതാവിനെ കണ്ടെത്താൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. വഴിതല്ലോ നമുക്ക് വഴിതല്ലോ, മോക്ഷം പോകും വഴിതല്ലോ, വേറെ വഴിയില്ല ഒരേ വഴി, യേശു തന്നെ ആ വഴി. വേറെ വഴിയില്ല ഒരേ വഴി, യേശു തന്നെ ആ വഴി. വഴിതല്ലോ നമുക്ക് വഴിതല്ലോ, മോക്ഷം പോകും വഴിതല്ലോ, വേറെ വഴിയില്ല ഒരേ വഴി, യേശു തന്നെ ആ വഴി. വേറെ വഴിയില്ല ഒരേ വഴി, യേശു തന്നെ ആ വഴി. വേറെ വഴിയില്ല ഒരേ വഴി, യേശു തന്നെ ആ വഴി.